അതെ, നിങ്ങൾക്ക് ലേഡീസിന് സംശയം പിച്ചോട് ചോദിച്ചോട്ടോ. ഓക്കെ, ഒന്നും ആണായാലും പെണ്ണായാലും നിങ്ങളോട് കരഞ്ഞ് പരസ്യമാക്കൂല. ആണുങ്ങൾക്ക് നിങ്ങളുടെ വൈഫിന് കൊടുക്കണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. യോനി ഹണി യൂസ് ചെയ്യുന്നത് ശരിയാണോ? അത് തെറ്റാണ്, ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനത് തെറ്റാണ്. കാരണം യോനിയിൽ നമ്മൾ യോനി ഭാഗത്ത് ഒക്കെ ഈ യോനിയിൽ തേന് പുറത്തൊഴിക്കാം. ഒരു കാരണം വെച്ചാലും ഉള്ളിൽ അതിൻ്റെ അംശം പെട്ടുപോയത്. അതിൻ്റെ ഉള്ളിൽ യോനി ആയാലും ഐസ്ക്രീം ആയാലും ചോക്ലേറ്റ് ആയാലും വെണ്ണയായാലും നെയ്യായാലും എന്ത് മയിലാണെങ്കിലും അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പാടില്ല. നമ്മുടെ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞിൻ്റെ ഉള്ളിൽ പോയത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അതെന്തായാലും ഇൻഫെക്ഷൻ വരും. അത് നമ്മുടെ ഗർഭപാത്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൊറിച്ചിലുണ്ടാവില്ല. പുറത്ത് തേക്കാം, പുറത്ത് തേക്കാം, പക്ഷെ ഉള്ളിലോട്ട് ഒരു കാരണവശാലും പോകരുത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താക്കുക, ഒരിക്കലും പുറത്ത് മാത്രം തേക്കാം. ആ വാഷ് ക്രീം ഒന്ന് പറയുമ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കാം. പക്ഷെ ക്രീം പൊളി കേട്ടോ. ഞാനിത് സൗദിയിൽ വെച്ചായിരുന്നു, ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ മെസ്സേജിട്ടുണ്ട്. വാട്സപ്പിൽ വെച്ച് ഇറക്കം ചോദിച്ചു സൗദിയിലെ വിജ്മോളെ ചോദിക്കാനൊരു മടിയാണ്. നമ്മൾ എന്തായിട്ടാ ഞാൻ ഉച്ചയ്ക്ക് ലൈവ് കണ്ടു. ഞാൻ ചേച്ചി വിജി എനിക്ക് ചോദിക്കാനൊരു മടിയൊന്നും തോന്നില്ല. ഇല്ല ചോദിച്ചോ, എനിക്ക് ആ ക്രീമിൻ്റെ ഫോട്ടോ വിട്ടു തരുമോ? അതിനെന്താ, ഞാൻ ചാർക്ക വൈഫിന് ഇങ്ങനെ അസുഖമുണ്ട്, അപ്പം എനിക്കും ആഗ്രഹങ്ങളുണ്ട് ബി ചേച്ചി. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചോട്ടെ ചേച്ചിയോടാണ് ചോദിച്ചില്ല. സോറി, ഞാൻ പറഞ്ഞേക്കാം, കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഞാൻ വിട്ടുതരാം. ഞാനത് വിട്ടുകൊടുത്തു. കാരണം എന്നോട് ഒരാളിങ്ങനെ അവിടെ തേക്കാനാണ് വൈഫിന് കൊടുക്കുന്നത് എനിക്കൊരു മോശക്കായിട്ട് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് എന്നോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻസ്റ്റയിലും പറയാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും പറയും, ഫേസ്ബുക്കിലൊക്കെ ഞാൻ പറയാറുണ്ട്. ഇൻസ്റ്റയിൽ ലൈവ് ഇടാറുണ്ട്, ഫേസ്ബുക്കിൽ ലൈവ് ഇടാറുണ്ട്, യൂട്യൂബിൽ ലൈവ് ഇടാറുണ്ട്. എനിക്ക് അഞ്ച് മീഡിയയിൽ ഞാൻ ലൈവ് ഇടുന്നു. 5 മീഡിയയിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കും, ഞാൻ സെലിബ്രിറ്റി ആണെന്നുള്ളൊരു വിചാരത്തിൽ നിങ്ങൾക്ക് മടി കൂട്ടണ്ട. എന്നോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം, പച്ചക്ക് ചോദിച്ചാലും എന്നെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങളൊന്നും പറയില്ല കേട്ടോ. എനിക്കത് പറഞ്ഞാലേ അത് ഞാൻ നിങ്ങൾക്ക് അതിന് ഉത്തരം പറഞ്ഞു തരും. ഓക്കെ, ഡൺ. എന്നോട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ തെറി പറഞ്ഞൊന്നുമില്ല. എനിക്ക് ലൈവിലെ കാര്യം, ലൈവിൽ തെറി പറഞ്ഞാൽ ഞാൻ തെറി പറയും. പക്ഷെ നിങ്ങൾ എന്നോട് പേഴ്സണലി എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് ഒരിക്കലും ബാഡ് പറയില്ല കേട്ടോ. അത് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നല്ലൊരു അറിവ് തരുന്നത് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. ഓക്കെ, കുളിക്കുമ്പോൾ നല്ലപോലെ കഴുകിയാൽ ഒരു ക്രീം വേണ്ട, അത് വെറും തോന്നലാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, അത് പോയിന്റാണ്, അത് ഗുഡ് പോയിന്റ്. അതിനുള്ള ആൾക്ക് ഞാൻ ഇപ്പം പറയാനാ. വെയിറ്റ്, ഇത് കുളിക്കുമ്പോൾ വാഷ്റൂമിൽ പോകുമ്പോഴും കഴുകുമ്പോഴും അതിനുള്ള പോയിന്റ് ഞാൻ ഇപ്പം പറഞ്ഞാൽ. വെയിറ്റ് റിനീഷേട്ടൻ ചേട്ടാ, നമ്മൾ എത്ര കുളിച്ചാലും, ഓക്കെ ഞാൻ കുളിക്കുന്ന ആളാണ്, നമ്മൾ എത്ര കുളിച്ചാലും സോപ്പിട്ട്, ഇനിയിപ്പോൾ പപ്പായയുടെ സോപ്പിട്ട് കുളിച്ചാലും അലക്കണ സോപ്പിട്ട് കുളിച്ചാലും അവിടെ തേച്ചാലും ഒരു കാരണവശാലും, ഞാൻ ഇത്ര വർഷമായി എൻ്റെ കുളിക്കുന്ന സോപ്പ് ഞാൻ എൻ്റെ സാമാനത്തിൽ തേക്കാറില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ സോപ്പ് നമ്മുടെ സാമാനത്തിൽ തേക്കാൻ പാടില്ല. കൈ കൊണ്ട് വെള്ളമൊഴിച്ച് കഴുകിയാലും ആ സ്മെല്ല് പോവില്ല, ഒരിക്കലും പോവില്ല. അഥവാ പിന്നൊരു കാര്യം, വേറൊരു പ്രശ്നം, നമ്മൾ കുളിച്ച് വന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് വന്നപ്പോൾ അപ്പം തന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഓക്കെ, ഇഷ്ടംപോലെ നമ്മൾ തിന്നോളും, ബാഡ് സ്മെൽ ഉണ്ടാവില്ല. അതല്ല നമ്മൾ കുളി കഴിഞ്ഞ് വന്ന് അരമണിക്കൂർ 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബന്ധപ്പെടണമെങ്കിൽ ചേട്ടാ ചേട്ടാ അവിടെ നോക്കില്ല, ആ സ്മെല്ല് അവിടെ ഉണ്ടാവും. എത്ര കുളിച്ച് വാഷ് ചെയ്തു എന്ന് പറഞ്ഞാലുണ്ടല്ലോ മണം ഒരിക്കലും പോകത്തില്ല. അപ്പം തന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഓക്കെ, അവിടെ മണം ഉണ്ടാവില്ല. കുറച്ച് സമയം വൈകി എൻ്റെ പൊന്നേട്ടാ അത് അവിഞ്ഞവിടെ ഇരിക്കും. വെള്ളം കൂടെ എത്ര കഴിയാനും ആ സ്മെല്ല് പോകത്തില്ല. ഓക്കെ, അത് ചേട്ടൻ്റെ വെറും തോന്നലാ. ഇവിടെ പെണ്ണുങ്ങൾ പറയട്ടെ പോകത്തില്ല കേട്ടോ, നോ, അത് വെറും തോന്നലാണ്. എന്നാൽ ചേട്ടൻ മൂക്കിന് ഓട്ട അടഞ്ഞിരിക്കും, മണം ഉണ്ടാവും. ഓക്കെ, അവിടെ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ കുളിക്കുന്ന ആളെ, ഞാൻ ഒരിക്കലും എൻ്റെ ഇവിടെ ഞാൻ സോപ്പ് തേക്കാറില്ലല്ലോ. സത്യമാണ്. നമ്മൾ എത്ര വാഷിലും ബാത്റൂമിൽ പോയി ഭർത്താവായിട്ട് ബന്ധപ്പെട്ട് എന്താണെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് എത്ര കഴുകിയാലും ആ സ്മെല്ല് പോവില്ല, ആ ഒരു ബാഡ് സ്മെൽ അവിടെ കാണും. പക്ഷെ നമ്മൾ ഈ ക്രീം ഇട്ട് തേച്ചാടല്ലോ അവിടെ സ്മെല്ല് ഉണ്ടാവില്ല. സത്യമാണ്, പെണ്ണുങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞ തെറ്റാണോ അല്ലയോ എന്ന്. ഓക്കെ.
മനസ്സിലായി? ആരോടാ ഈ പറയണേ? ഋഷിഷേണ് ആരോടാ പറയണേ? എന്നോട്. എന്നോട് പറഞ്ഞ ജയിക്കില്ല, കാരണം നമുക്ക് നന്നായിട്ട് അറിയാം. ക്രീം വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഞാൻ വിട്ടുതരാം. നേട്ടാ നിങ്ങളുടെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കണം. നിങ്ങൾ എൻജോയ് ചെയ്യും. രാത്രി ഒരു 12 മണിക്ക് ഇതിൻ്റെ ഉള്ളിൽ തല വെച്ച് കിടന്നാ അതിൻ്റെ ഉള്ളിൽ നാക്കൊന്നും ഇടുന്നൊന്നും വേണ്ട. മുഖം ഇങ്ങനെ പൊത്തിപ്പിച്ചിവിടെ കിടന്നാൽ മതി. ഒന്നും ചെയ്യണ്ട. ഇവിടെ ഇങ്ങനെ വെച്ച് കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 8 മണി 9 വരെ നിങ്ങൾ അവിടെ കിടക്കും. നിങ്ങൾ അവിടെ തല പൊന്തിക്കില്ല. ഒന്നും ചെയ്യൊന്നും വേണ്ട. നിങ്ങൾ അവിടെ കിടന്നു പോകും. ഷുഗർ ആ ഒരു സ്മെല്ല് ആസ്വദിച്ച് നിങ്ങൾക്ക് എടുക്കും. ആ സീരിയസ് ആയിട്ട് പറയാം. അവിടെ ഒന്നും ചെയ്യത്തില്ലേ, നിങ്ങൾക്ക് അവിടെ തല എടുക്കാൻ തോന്നുന്നില്ല. അവിടെ കിടക്കും രാവിലെ വരെ. നിങ്ങൾ 7 മണി 8 മണി പുലർച്ചെ അവിടെ കിടക്കും. നമ്മൾ എഴുന്നേക്കെന്ന് പറയണം. അന്നേരം അവർ എഴുതുന്നു. എന്നാൽ പോലും എഴുന്നേക്കില്ല അവർ. ആ സ്മെല്ല് അവിടെ ഇരിക്കും. ഈ ക്രീം തേച്ചാൽ എത്ര വൃത്തിക്ക് വെച്ചാലും സ്മെല്ലുണ്ടാവും. മനസ്സിലായോ? എന്താ ചെയ്യ നോക്ക് ക്രീം അത് പൊന്നു മോളെ. എന്തിയേ ഞാൻ പറയണത് പറയും. സോപ്പ് ഇട്ടാൽ കുഴപ്പമില്ല. അയ്യേ സോപ്പ് ഇട്ടാ ഇൻഫെക്ഷൻ വരും. ഞാൻ ലൈവ് ഇട്ടീന് എമ്പൂരൻ. അതാരാ? കുടിച്ചാൽ മുലപ്പാൽ ഒരിക്കലും കുടിക്കരുത്. ഓക്കെ, മുലപ്പാൽ ഒരിക്കലും കുടിക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് കൊള്ളില്ല. ഓക്കെ, അതിനെ കുറിച്ച് അയ്യോ മെറീസ അല്ല മൈന. അപ്പൊ മുലപ്പാൽ കുടിക്കുന്നോണ്ട് എനിക്കറിയില്ല. എനിക്ക് ഇടക്കിടക്ക് മുലപ്പാൽ ലീക്ക് ആവാറുണ്ട്. എനിക്ക് ഞാൻ പ്രസവം നിർത്തിയതൊന്നുമല്ല, ഗർഭിണിയല്ല. സാധാരണ ആളുകൾ പറയും ഗർഭിണിയായാൽ മാത്രമേ പ്രസവിച്ചാൽ മാത്രമേ മുലയിന്ന് പാല് വരുള്ളൂ. നിങ്ങളെ വെറുത്ത് തോന്നില്ല കേട്ടോ. നമ്മുടെ ഹോർമോൺ കൂടുതലനുസരിച്ച് നമുക്ക് ഏത് പെണ്ണുക്കും മുലയിന്ന് പാല് കാണും. എൻ്റെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് ചില മാസങ്ങൾ നന്നായിട്ട് പോവാറുണ്ട്. കല്ലിച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ എടുത്ത് കുറ്റിക്ക് തിരികെ വയ്ക്കും. ടിഷ്യൂ കൊടുത്ത് നനയാറുണ്ട്. ചില മാസങ്ങളിൽ നമ്മുടെ ഹോർമോൺ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മുലയിന്ന് പാല് പോവാറുണ്ട് കേട്ടോ. ഓക്കെ, അത് ലേഡീസിനാണ്. ചിലർ പറയും പ്രസവിച്ചാൽ മാത്രമേ മുലപ്പാലുണ്ടെന്നാണ്. പക്ഷെ അല്ല, പെണ്ണുങ്ങൾക്ക് മുലയിൽ പാല് പോവാറുണ്ട് കേട്ടോ. എനിക്ക് ചില മാസങ്ങൾ വരാറുണ്ട് കേട്ടോ. എൻ്റെ പ്രാവ് പോലും ഇവിടെ വട്ടത്തിൽ കുതിരാറുമുണ്ട്, വേദന എടുക്കാറുണ്ട്. അതൊരു അസുഖമല്ലാതെ നമ്മുടെ ഹോർമോണിൻ്റെ ഇതുണ്ടാവുമല്ലോ, അതിൻ്റെയാണ്. അതെല്ലാം ലേഡീസിന് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. യൂസ് ചെയ്യുന്ന നല്ലതാണ്. യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളവർക്കും ഡോക്ടർ എഴുതി കൊടുക്കും. അതെന്ന് വെച്ചാൽ ഞാനതിനെ ഉപയോഗിക്കുന്ന വർഷങ്ങളായിട്ട്. ഇതെന്ത് വൈൻ ചേച്ചി ഉണ്ടാക്കിയതപ്പം